ഇതാണ് 2 ദശലക്ഷത്തേറെ പഴക്കമുള്ള ഒമാനിലെ അൽഹൂത്ത കേവ്. ഒമാനിലെ ജബൽ ഷംസ് പർവ്വതനിരയുടെ താഴ്വരയിലാണ് ഈ അൽഹൂത്ത കേവ് സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം ഈ കാണുന്ന മെട്രോ പോലുള്ള ട്രെയിനുകളിൽ കാണുന്നത് ആദ്യകാലങ്ങളിൽ ഇവിടെ നിന്ന് നമുക്ക് ഇത് മെയിൻ എൻട്രൻസ് അല്ല, റിസപ്ഷനാണ്. റിസപ്ഷനിൽ നിന്ന് മെയിൻ എൻട്രൻസിലോട്ട് പോകാനും ഗുഹയുടെ ഉള്ളിലോട്ട് പോകാനും എല്ലാം ആദ്യകാലങ്ങളിൽ മെട്രോ ട്രെയിൻ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ കാണുന്ന മലയുടെ താഴ്വരയിൽ അല്ലെങ്കിൽ ഇതിനകത്താണ് ഈ അൽഹൂത്ത കേവ് സ്ഥിതി ചെയ്യുന്നത്. അതിനകത്തോട് കയറുന്ന എൻട്രൻസ് വളരെ ചെറിയ ഒരു എൻട്രൻസ് ആണ്. റിസപ്ഷനോട് ചേർന്ന് അൽഹൂത്ത കേവിൻ്റെ ഒരു മിനിയേച്ചർ അവർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നോക്കിയാൽ നമുക്ക് ഏകദേശ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ അകത്തോട്ടുള്ള എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് 7 റിയാലും 350 പൈസയാണ്. റിസപ്ഷൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു ജിയോളജിക്കൽ എക്സിബിഷൻ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. റിസപ്ഷനൊക്കെ വളരെ മനോഹരമായ രീതിയിലാണ് കേട്ടോ അവർ അലങ്കരിച്ചിരിക്കുന്നത്. ഈ കല്ലുകൾക്കെല്ലാം ഏകദേശം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതായിട്ടാണ് അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഈ അൽഹൂത്ത കേവിനകത്തും അതിൻ്റെ പരിസരങ്ങളിലുമായിട്ട് കിട്ടിയിട്ടുള്ള കല്ലുകളാണ്. ഗുഹയ്ക്കകത്ത് കൂടുതലും ചുണ്ണാമ്പ് കല്ലുകളാണ് ഉള്ളത്. അതാണ് ഇവിടെ അവർ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. വരുന്ന സന്ദർശകർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു ചുണ്ണാമ്പ് കല്ലാണ്. ഇതിന് ഏകദേശം 100 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ചെറുജീവികളെല്ലാം ഈ അൽഹൂത്ത കേവിനകത്ത് ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ പോകുന്നത് ഇതുപോലൊരു ഇലക്ട്രിക്കൽ വണ്ടിയിലായിരിക്കും. ഇത് ഇവിടെ നിന്ന് കുറച്ച് ദൂരം കാണുന്ന മലയിലാണ് ഈ അൽഹൂത്ത കേവ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ട് ഏകദേശം ഒരു 500-600 മീറ്റർ ഉണ്ട്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വാഹനം ഉപയോഗിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഇതുപോലെയുള്ള മെട്രോ ട്രെയിനെല്ലാം ഉപയോഗിച്ചിരുന്നു ഗുഹയ്ക്കകത്തോട്ടും ഗുഹയെല്ലാം കറങ്ങി കാണാൻ. പിന്നീട് അത് നിർത്തിവെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് റോപ്പ് സെറ്റ് ചെയ്യാനും നോക്കിയിരുന്നു. അതും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ചൂട് 45 ഡിഗ്രിയാണ് ഇപ്പോൾ പുറത്തുള്ള ചൂട്. പക്ഷെ അകത്ത് ടെമ്പറേച്ചർ 20 മുതൽ 25 ഡിഗ്രി ആയിരിക്കും. ഈ കാണുന്ന മലയുടെ താഴ്വരയിലാണ് ഈ അൽഹൂത്ത കേവ് സ്ഥിതി ചെയ്യുന്നത്. അതിനകത്താണ്. അത് ചെറിയൊരു കവാടം മാത്രമാണ് അകത്തോട്ട് കയറി ചെല്ലാനുള്ളത്. ഈ അൽഹൂത്ത കേവ് സ്ഥിതി ചെയ്യുന്നത് മസ്കറ്റിൽ നിന്നും ഏകദേശം 200 കിലോമീറ്റർ അകലെയാണ് ഈ അൽഹൂത്ത കേവ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതാണ് ഏകദേശം ഒരു 500 മീറ്ററോളം ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗുഹയിനകത്തൂടെയാണ് നമ്മൾ മെയിൻ എൻട്രൻസിലോട്ട് പോകുന്നത്. ഇത് 1960-ലാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു മുൻപ് മറ്റൊരു അഭ്യൂഹം വരുന്നത് അതിനു മുൻപ് കണ്ടുപിടിച്ചിരുന്നു. യുദ്ധങ്ങളും അങ്ങനെയുള്ള വരുന്ന സമയത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒളിച്ചിരിക്കുകയും അതുകൊണ്ട് ഇത് ഹൈഡ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഒമാനിലെ ഏറ്റവും നീളം കൂടിയ ഗുഹകളിൽ ഒന്നാണ് ഈ അൽഹൂത്ത കേവ്. ഇതിൻ്റെ ഏകദേശ ദൂരം എന്ന് പറയുന്നത് 5 കിലോമീറ്ററാണ്. എന്നാൽ അതിൽ നിന്ന് പ്രകൃതിയുടെ മാറ്റങ്ങളും മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കയറിയും അങ്ങനെയെല്ലാം ഇതിൻ്റെ ദൂരം ഇപ്പോൾ 3 കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. 2 കിലോമീറ്റർ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള അനുമതിയില്ല. ഈ കാണുന്നതെല്ലാം ഈ പാറ തുരന്നുണ്ടാക്കിയിരിക്കുന്ന വഴിയാണ്. അത് ഇവർ നിർമ്മിച്ചിരിക്കുന്നതാണ്. ആദ്യകാലങ്ങളിൽ തുടങ്ങിയിരിക്കുന്ന സമയത്ത് 2005-ലാണ് ഇത് സന്ദർശകരായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മഴ പെയ്യുന്നതും അങ്ങനെയുള്ള കാലാവസ്ഥ വ്യതിയാനം കാരണം അത് അടച്ചിടുകയും പിന്നീട് റീഓപ്പൺ ചെയ്തത് 2006-ലാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. അതിനകത്തോട്ട് കയറുന്ന സമയത്ത് സേഫ്റ്റി കാര്യങ്ങളൊക്കെയാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആണ്, എന്തൊക്കെയാണ് എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നതൊക്കെ. എൻട്രൻസും എക്സിറ്റും ഒരേ സ്ഥലത്ത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഫ്റ്റും റൈറ്റും ആണെന്ന് മാത്രം.
ഇതിനകത്ത് സൺലൈറ്റുകളൊന്നും ഇല്ലാത്ത കാരണം ആർട്ടിഫിഷ്യലായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് നമുക്ക് സൺലൈറ്റ് ഇല്ലാതെ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. ഇവിടെ ഉള്ളവരാണെങ്കിൽ ഒമാനിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ഗുഹയാണ് ഈ അൽഹോത്ത കേവ്. ഇതിനകത്ത് നിരവധി വവ്വാലുകൾ, ചെറുജീവികൾ, വെള്ളത്തിൽ മീനുകളുണ്ട്, തവളകൾ, അങ്ങനെ നിരവധി ചെറു ജീവികളും ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നായി പറയപ്പെടുന്ന ഗുഹ ഇന്ന് അത് 3 കിലോമീറ്ററായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥൻ്റെ വ്യതിയാനം കൊണ്ട് സംഭവിച്ചതാണ്. മഴ പെയ്യുന്ന സമയത്ത് മഴവെള്ളമെല്ലാം കെട്ടി നിന്ന് കല്ലും മണലും എല്ലാം അടിഞ്ഞ് അങ്ങോട്ട് 2 കിലോമീറ്ററുള്ള വഴി അടഞ്ഞിരിക്കുകയാണ്. പുറമേ നിന്ന് കാണുമ്പോൾ ഇത്രയും വലിയൊരു ഗുഹയാണെന്ന് നമുക്കത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതൊരു മലയുടെ ഉള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ അൽഹോത്ത കേവ് എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, വളരെ കാലം മുൻപ് അമ്ലജലവും ചുണ്ണാമ്പുകല്ലുമായിട്ട് ലയിച്ചിട്ടാണ് ഇതിനകത്തുണ്ടായിരിക്കുന്ന ഈ ഗുഹയുടെ രൂപപ്പെട്ടിരിക്കുന്നതാണ് ശാസ്ത്രീയമായി തന്നെ തെളിയിച്ചിരിക്കുന്നത്. അതായത് മഴവെള്ളം അന്തരീക്ഷത്തിൽ നിന്നോ അല്ലെങ്കിൽ മണ്ണിൽ നിന്നോ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുമ്പോൾ നേർപ്പിച്ച ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ലായനി ഉണ്ടാവും. ആ ലായനിയാണ് അമ്ലജലവും ചുണ്ണാമ്പുകല്ലുമായിട്ട് പതിയെ ലയിപ്പിച്ചിട്ടാണ് ഈ അൽഹോത്ത കേവ് രൂപപ്പെട്ടിരിക്കുന്നതാണ് പറയപ്പെടുന്നത്. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇവിടെ നമ്മൾ ഈ പാറകളിലും ഈ സൈഡുകളെല്ലാം നോക്കുകയാണെങ്കിൽ പാറ അല്ലെങ്കിൽ ഉരുകി പിടിച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ കഴിയുക. അത് നമുക്കിവിടെ കാണാനും കഴിയുന്നുണ്ടോ? അതായത് ഇവിടെയുള്ള ഈ ഗുഹകളുടെ ചെറിയ ചെറിയ ഭാഗങ്ങളും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ ചുണ്ണാമ്പുകല്ല് അല്ലെങ്കിൽ പാറ ഉരുകി പിടിച്ചിരിക്കുന്ന പോലെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത് കൂടുതലും ഈ അൽഹോത്ത കേവ് കൂടുതലും ഉള്ളത് ഈ ചുണ്ണാമ്പുകല്ലാണ് കേട്ടോ. ഇതിനകത്തുള്ളത് ചുണ്ണാമ്പുകല്ലെല്ലാം ഉരുകിയിരിക്കുന്ന പോലെ നമുക്ക് കാണാം. ഇങ്ങനെ കാണുന്ന വഴി എൻട്രൻസ് മുതൽ എക്സിറ്റ് വരെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല. ഏകദേശം ഇതിനകത്ത് നമ്മൾ പതിയെ കണ്ടു പോവുകയാണെങ്കിൽ ഒരു 1.25 മണിക്കൂറിന് സമയം ഇതിനകത്ത് വേണ്ടി വരും. ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ അൽഹോത്ത കേവ്, ഇവിടെ ഉള്ളവരാണെങ്കിൽ കേട്ടോ. ഇതിനകത്ത് നേരത്തെ സ്വിമ്മിങ്ങും ഡൈവിങ്ങും ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോഴും വെള്ളമെല്ലാം ഉണ്ട്, പക്ഷെ അങ്ങോട്ട് ഇപ്പോൾ പെർമിഷൻ ഇല്ല. കാരണം അത് അടഞ്ഞിട്ട് കല്ലും മണ്ണും വന്നെല്ലാം അടഞ്ഞിരിക്കുകയാണ്. തുടക്കകാലത്ത് നിരവധി സന്ദർശകർ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ അത് ഇവിടെയുള്ള സ്വദേശികളെല്ലാം ഇത് കണ്ടു കഴിഞ്ഞിരിക്കുന്ന കാരണമാണ് ഇപ്പോൾ ഇവിടെ തിരക്കില്ലാത്തത്. യൂറോപ്യൻ കൺട്രിയിൽ നിന്നൊക്കെ നിരവധി ആൾക്കാർ വന്ന് പോകാറുണ്ട് ഈ സീസൺ ടൈമിലെല്ലാം. ഇത് ഓപ്പൺ ടൈം എന്ന് പറയുന്നത് കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. വലിയ ആൾക്കാരുടെ ഫീസ് എന്ന് പറയുന്നത് 7.5 റിയാലും കുട്ടികൾക്ക് 3.5 റിയാലുമാണ് കേട്ടോ. വീഡിയോയിൽ നമുക്കിതിൻ്റെ വലിപ്പം അത്ര അങ്ങനെ അറിയണില്ല. പക്ഷേ നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് ഏകദേശം ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 40 അടി 50 അടി ഹൈറ്റ് ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്.
ഇതെല്ലാം ചുണ്ണാമ്പ് കല്ലുണ്ടോ, ഈ കാണുന്നതെല്ലാം ചുണ്ണാമ്പ് കല്ല് ഉരുകിയിരിക്കുന്ന പോലെയൊക്കെയാണ് കാണുന്നത്. ഇതിനകത്ത് ചെറിയ ജീവികൾ, ഈ തവള, അങ്ങനെയുള്ള മീൻ, ചിലന്തി, തുമ്പി, വവ്വാലുകൾ, അങ്ങനെയുള്ള നിരവധി ജീവജാലങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനകത്തൊരു വെള്ളത്തിൻ്റെ ഒരു കെട്ടിക്കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തു നിന്നാണ് ഇവിടെ ഈ അൽഹൂത്ത കേവിന് ആവശ്യമായിട്ടുള്ള വെള്ളമെല്ലാം പമ്പ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്തെങ്കിലും നമ്മൾ നടന്ന് കാണാനുള്ളതുണ്ട് കേട്ടോ. ഇതിനകത്ത് ടെമ്പറേച്ചർ വളരെ കുറവാണ്, 20-25 ഡിഗ്രിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. കാരണം തണുത്തൊരു കാറ്റ് എപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇതൊക്കെ ഈ ചുണ്ണാമ്പ് കല്ല് ആയിട്ട് രൂപപ്പെട്ടിരിക്കുന്നതാണ്. ഈ ലാവയെല്ലാം ഉരുകി ഒലിക്കുന്ന പോലെയാണ് ഇവിടെ കാണുന്നത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളും. ഇത് അൽഹംറ വരുന്നവരാണെങ്കിൽ അൽഹംറയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. അല്ലെങ്കിൽ നിസ്വയിൽ നിന്ന് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒമാനിൽ മസ്കറ്റിൽ നിന്നെല്ലാം വരുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നിന്ന് ഒരു 40-45 കിലോമീറ്ററോളം ഇങ്ങോട്ട് ദൂരമുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ വെള്ളക്കെട്ട് കേട്ടോ. ഇത് ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ പ്രവേശനം അനുവദിച്ചിരിക്കുന്ന സമയത്തെല്ലാം കുറച്ച് നമുക്കതിൽ കൂടെ എല്ലാം സ്വിം ചെയ്ത് ഡൈവ് ചെയ്ത് അങ്ങോട്ട് പോകുമായിരുന്നു. 2 കിലോമീറ്റർ കൂടി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോഴെല്ലാം ഈ മണ്ണും കല്ലും എല്ലാം വന്ന് അടിഞ്ഞ് അങ്ങോട്ടുള്ള ദൂരപരിധി കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നത് ഇവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നത്. ഈ ഭാഗങ്ങൾ, ഈ ഇവിടുത്തെ ഈ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വെള്ളവും ഈ ഒരു ജലശേഖരത്തിൽ നിന്നാണ് അവർ പമ്പ് ചെയ്തെടുക്കുന്നത്. ഇതിനകത്തുകൂടെ താഴ്ന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി. ഇപ്പോൾ പക്ഷെ പോകാൻ കഴിയില്ല നമുക്ക്, അതുകൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കണം. ഇതുവരെയാണ് എൻഡ്. ഇവിടെ നിന്ന് തന്നെ തിരിച്ച് നമ്മൾ വന്ന വേറെ എക്സിറ്റ് വഴി പുറത്തോട്ട് പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.